ഗൈസ്, വെൽക്കം ടു അമോസ് ടെയിൽസ്. ലാസ്റ്റ് ഒരു ഷോപ്പിംഗ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോളിനെ പറ്റിയിട്ട്. ആ മോള് കാണിച്ചു തരാനാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാൽ അവിടെ വെച്ച് കാണാം. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അസിമ മോള് വരുന്നത്. പിന്നെ ഇതാ ഈ കിപ്കോ ടവറിൻ്റെ ഓപ്പോസിറ്റാണ് അസിമ മോള് വരുന്നത്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും കാണില്ല, കാരണം എല്ലാവരും പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ വരുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരുന്നത് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാനായിട്ടോ. ഭക്ഷണം ഇവിടുത്തെ പറയാൻ ഇരിക്കാൻ വയ്യ, കാരണം അടിപൊളി ഭക്ഷണമാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അധികം ആൾക്കാരൊന്നും കാണാനില്ല. പക്ഷേ ഈ വൈകുന്നേരമൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ്സും കാര്യങ്ങളും നിറച്ച് തിരക്കായിരിക്കും ഇവിടെ. ഫുൾ ഇവിടുത്തെ ആൾക്കാർ എന്താ പറയുക കുവൈറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ വൈകുന്നേരമാണ് ഇവിടെ ഫുൾ കളർഫുള്ള്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് വന്നത്, കാരണം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടോ. അപ്പോൾ തിരക്കായ കാരണം നിങ്ങൾക്ക് അധികം എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ നല്ലതാണ്. ഇവിടെ പിള്ളേർക്ക് അതേമാതിരി പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട്. പിന്നെ 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഇവിടെ. പിന്നെ എന്താ പറയുക, നല്ല സ്നോ ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഷോപ്സ് ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ അസലായിട്ട് കളിക്കാനും പിന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ, ഒരു ഗാർഡൻ സെറ്റപ്പാണ് ഇവിടെ കാണാനുള്ളത്. പിന്നെ ഈവനിങ് ആയിട്ട് ചില്ലാവാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിൻ്റെ മീതെ നടക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വാമപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല സ്ഥലങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊരു നല്ല ഷോപ്പിംഗ് ആയിട്ടും ഭക്ഷണം കഴിക്കാനായിട്ടും അസലായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വലിയ ഷാൻഡ്ലിയർ ആണ് കേട്ടോ. ഇത് ഗിന്നസ് റെക്കോർഡിലൊക്കെ കയറിയതാണ്, കാരണം ബിക്കോസ് ഓഫ് ഇറ്റ് സൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി. പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് നല്ല രസമുണ്ട്. കണ്ടോ, ഇവിടെ അടിപൊളിയായിട്ട് ടെൻസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ടും. പിന്നെ അതും കൂടാണ്ട് ഇവിടെ കുറേ കോഫി ഷോപ്സ്, ഇവിടുത്തെ അറബിക് കോഫി, എന്താ പറയുക കറക്റ്റ് ടീ, എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡഡ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ. എനിക്കിപ്പോൾ തോന്നുന്നു രാത്രിയാണ് നിങ്ങൾക്കിത് ഒന്നുകൂടി കാണാൻ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. ആക്ച്വലി വീഡിയോ ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർത്താനം പറഞ്ഞ സമയം മുതൽ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആക്ച്വലി ഞങ്ങളോട് വന്നത് ഒരു ഡ്രസ്സൊക്കെ നോക്കാനായിരുന്നു. പക്ഷെ വിചാരിച്ചതൊന്നും ഞങ്ങൾക്ക് അവിടെ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു സെൻറ്റർ പോയിന്റ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് പോയാലോ എന്ന്. അപ്പോൾ നമുക്കിനി അവിടെ വെച്ച് കാണാം. ഞങ്ങളിപ്പോൾ സെൻറ്റർ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട്. അറിയില്ല ശരിയാവണമെന്നൊന്നും അറിയില്ല, പക്ഷെ അവിടെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മീതെ ഹോം സെൻറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വീട്ടിൽ വെക്കുന്ന ഫ്ലവർ വേസ്, കുറേ ഷോ പീസുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കെല്ലാം കാണുമ്പോൾ ഒന്ന് വാങ്ങിക്കാൻ തോന്നും, പക്ഷേ റേറ്റ് കാണുമ്പോൾ നമ്മൾ അടുക്കില്ല. അത്രയ്ക്കും
നല്ല റേറ്റാണ് ഇവിടെ. പക്ഷേ സാധനങ്ങളൊക്കെ അടിപൊളി കളക്ഷൻസും ഉണ്ട്, അതേമാതിരി ക്വാളിറ്റീസും കാണണം. നല്ല അടിപൊളിയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ടോ, ഇവിടെ അടിപൊളി സെൻറ്റഡ് കാൻഡിൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല അടിപൊളി ലാവൻഡർ, റോസ്, വേറെ അടിപൊളി കുറേ കളക്ഷൻസ് ഇവിടെ തന്നെ കാണാം. നിങ്ങൾക്ക് ഇത് കണ്ട് എന്താണെന്ന് മനസ്സിലാവും. ഇതിവിടുത്തെ ട്രേ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോണേ ഇതുപോലെ വല്ലവരും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചിരിക്കില്ലേ. പിന്നെ ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ നാട്ടിലത്തെ കട്ടിങ് പാഡ് നോക്കൂ. ഇവർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കുന്ന സാധനങ്ങൾ ഇവരിവിടെ ഒരു പ്രശ്നമില്ലാണ്ട് ഇവർ യൂസ് ചെയ്യും. നല്ല അടിപൊളി ഷോ പീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ സെൻറ്റഡ് കാൻഡിൽസാണ്. ഇവരിപ്പോൾ എന്താ പറയുക, വാഷ്റൂമിലൊക്കെ പോകുമ്പോഴൊക്കെ അവരുടെ വാഷ്റൂമൊക്കെ നല്ല അടിപൊളി സെൻറ്റഡ് ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. അതേപോലെ കുറേ ആൻറ്റിക് കളക്ഷൻസും നല്ല അടിപൊളി സൂപ്പർ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, നമ്മൾ സാധാരണ സോസും കാര്യങ്ങളൊക്കെ വെക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എന്താ ഭംഗിയില്ലേ, കുറേ ട്രേസും കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. നൈറ്റ് ലാംപ്സ്,